പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ സ്നേഹം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ, അല്ലാഹുവിന്റെ ഇഷ്ടം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ദുനിയാവിലും ആഖിറത്തിലും നമ്മൾ വിജയിച്ചവരായി. നമുക്കൊന്നും വ്യസനിക്കേണ്ടതില്ല, സങ്കടപ്പെടേണ്ടതില്ല. അല്ലാഹു നമ്മെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിലുള്ള ഒരു വ്യക്തിയെ ഇഷ്ടപ്പെട്ടാൽ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാമിനെ വിളിക്കുകയാണ്. ജിബ്രീൽ അലൈഹിസ്സലാമിനെ വിളിച്ചിട്ട് അല്ലാഹു പറയുകയാണ്, ഭൂമിയിലുള്ള ഇന്നാണ് ഞാൻ ഇഷ്ടപ്പെട്ടിരിക്കുകയാണ്, ആണാകട്ടെ പെണ്ണാകട്ടെ. അല്ലാഹു പറയുകയാണ് ജിബ്രീലിനോട്, ജിബ്രീൽ അലൈഹിസ്സലാം ആ വ്യക്തിയെ ഇഷ്ടപ്പെടുകയാണ്. ജിബ്രീൽ അലൈഹിസ്സലാം മുഴുവൻ മലക്കുകളെയും വിളിച്ചു കൂട്ടുകയാണ്, ഒരുമിച്ച് കൂട്ടുകയാണ്. എന്നിട്ട് മലക്കുകളോട് ജിബ്രീൽ പറയുകയാണ്, ദുനിയാവിലുള്ള ഭൂമിയിലുള്ള ഇന്നയാളെ അല്ലാഹു ഇഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് മലക്കുകളെ, നിങ്ങളും ആ വ്യക്തിയെ ഇഷ്ടപ്പെടുക. എന്നിട്ട് അല്ലാഹു ഈ സ്നേഹത്തെ ഭൂമിയിലുള്ള ജനഹൃദയങ്ങളിലേക്ക് അല്ലാഹു ഇട്ടുകൊടുക്കുകയാണ്. അല്ലാഹു ആരെയാണോ ഇഷ്ടപ്പെട്ടത്, അല്ലാഹു ആരെയാണോ സ്നേഹിച്ചത്, അവരോട് ഈ ജനങ്ങൾക്ക് വല്ലാത്ത ആദരവാണ്, വല്ലാത്ത സ്നേഹമാണ്. അല്ലാഹു ഒരാളെ വെറുത്താലും ഇങ്ങനെ തന്നെയാ, അല്ലാഹു ഒരാളെ വെറുത്താലും ഇങ്ങനെ തന്നെയാ. മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാമിനെ വിളിച്ചിട്ട് പറയുന്നതാണ്. ജിബ്രീൽ അലൈഹിസ്സലാം മുഴുവൻ മലക്കുകളെയും വിളിച്ചിട്ട് പറയുകയാണ്, ദുനിയാവിലുള്ള ഇന്നാളെ അല്ലാഹു വെറുത്തിരിക്കുകയാണ്. അതുകൊണ്ട് മലക്കുകളെ, നിങ്ങളും ആ വ്യക്തിയെ വെറുക്കുക. എന്നിട്ട് അല്ലാഹു ഈ വെറുപ്പിനെ ജനഹൃദയങ്ങളിലേക്ക് ഇട്ടുകൊടുക്കുകയാണ്. അല്ലാഹു ആരെയാണോ വെറുത്തത്, അവരോട് ജനങ്ങൾക്ക് വല്ലാത്ത വെറുപ്പായിരിക്കും. പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ ഇഷ്ടം നമുക്ക് കിട്ടണോ, അല്ലാഹുവിന്റെ സ്നേഹം നമുക്ക് കിട്ടണോ, ദിക്റുകളിലൂടെ, തസ്ബീഹുകളിലൂടെ, ഇബാദത്തുകളിലൂടെ അല്ലാഹുവിലേക്ക് നമ്മൾ അടുക്കാൻ ശ്രമിക്കണം. അല്ലാഹുവിലേക്ക് നമ്മൾ അടുക്കാൻ ശ്രമിച്ചാൽ അല്ലാഹുവിന്റെ സ്നേഹം നമുക്ക് കിട്ടുകയാണ്. പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാമിനോട് പറയുകയാണ്, അല്ലാഹു ഒരാളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, അല്ലാഹു ഒരാളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്നെ ഓർക്കുന്ന ഒരു ഹൃദയത്തെ ഞാൻ ആ വ്യക്തിക്ക് നൽകുന്നതാണ്. അല്ലാഹു പറയുകയാണ്, അല്ലാഹുവിനെ സ്മരിക്കുന്ന ഒരു ഹൃദയത്തെ ഞാൻ ആ വ്യക്തിക്ക് നൽകുകയാണ്. അല്ലാഹുവിന്റെ സ്മരണ നിലനിൽക്കുന്ന, അല്ലാഹുവിന്റെ ഓർമ്മകൾ നിലനിൽക്കുന്ന, അല്ലാഹുവിന്റെ സ്മരണയിലായി കഴിയുന്ന ഒരു ഹൃദയത്തെ അല്ലാഹു ആ വ്യക്തിക്ക് നൽകുന്നതാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ഹൃദയങ്ങളൊക്കെ അങ്ങനെയാണോ? അല്ലാഹുവിന്റെ സ്മരണയുണ്ടോ? അല്ലാഹുവിനെ ഓർക്കാറുണ്ടോ? അല്ലാഹുവിന്റെ സ്മരണ നിലനിൽക്കുന്ന ഹൃദയങ്ങളാണെങ്കിൽ അല്ലാഹു നമ്മെ ഇഷ്ടപ്പെടുകയാണ്, അല്ലാഹു നമ്മെ സ്നേഹിക്കുകയാണ്. അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ മുന്നിലിരിക്കുന്ന സ്വഹാബത്തിനോട് പറയുന്നു, സ്വഹാബ അലാ ഇന്ന ഫിൽ ജസദി മുദ്ഗ, അറിയണേ, മനുഷ്യ ശരീരത്തിൽ ഒരു മാംസക്കട്ടയുണ്ട്. ഇദാ സ്വലഹത് സ്വലഹൽ ജസദു കുല്ലു, ആ മാംസക്കട്ട ശുദ്ധമായാൽ ശരീരം മുഴുവനും ശുദ്ധമാണ്. ഇദാ ഫസദത് ഫസദൽ ജസദു കുല്ലു, ആ മാംസപിണ്ഡം മോശമായാൽ ശരീരം മുഴുവനും മോശമാണ്. അലാ വഹിയൽ ഖൽബ്, അറിയണേ, അത് ഹൃദയമാണ്, ഹൃദയമാണ്. നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയമുള്ളവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹൃദയത്തെ കുറിച്ചാ പറഞ്ഞത്. നമ്മുടെ ഹൃദയങ്ങൾ ശുദ്ധമാണോ? നമ്മുടെ ഹൃദയങ്ങൾ ശുദ്ധമാണോ? അല്ലാഹുവിന്റെ സ്മരണ നമ്മുടെ ഹൃദയത്തിലേക്ക് വരുന്നതാണ്. നമ്മുടെ ഹൃദയം മോശമാണോ? മോശമായ പ്രവർത്തനങ്ങളായിരിക്കും നമ്മളിൽ നിന്ന് പ്രകടമാകുന്നതും. പണ്ഡിതന്മാര് പഠിപ്പിക്കുകയാണ്, ഒരു രാജ്യത്തിന്റെ രാജാവിന്റെ സ്ഥാനമാണ് ഹൃദയത്തിലുള്ളത്.
ശരീരമാകുന്ന രാജ്യത്തിന്റെ രാജാവാണ് ഹൃദയം. ആ ഹൃദയമാകുന്ന രാജാവിന്റെ പ്രജകളാണ് അവയവങ്ങള്. ഒരു രാജ്യത്തിന്റെ രാജാവ് നന്നായാൽ പ്രജകൾ നന്നാകുന്ന പോലെ ശരീരമാകുന്ന രാജ്യത്തിന്റെ രാജാവാകുന്ന ഹൃദയം നന്നായാൽ പ്രജകളാകുന്ന അവയവങ്ങളും നന്നാകുന്നതാണ്. നമ്മുടെ ഹൃദയം എന്താണോ കൽപ്പിക്കുന്നത് അതാണ് നമ്മുടെ അവയവങ്ങളിൽ നിന്ന് പ്രകടമാകുന്നത്. നല്ലത് കൽപ്പിച്ചാൽ നല്ലത് ചെയ്യും, മോശം കൽപ്പിച്ചാൽ ചെയ്യുന്നതൊക്കെ മോശത്തരങ്ങളായിരിക്കും. അല്ലാഹുവേ ഞങ്ങളുടെ ഹൃദയങ്ങളെ ശുദ്ധമാക്കണേ അല്ലാഹ്. പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാമിനോട് പറയുകയാണ്. ഒന്നാമതായി അല്ലാഹു പറഞ്ഞതെന്താ? അല്ലാഹുവിനെ ഓർക്കുന്ന ഒരു ഹൃദയത്തെ അല്ലാഹു നൽകുന്നതാണ്. വീണ്ടും അല്ലാഹു പറയുന്നു, അഅ്സിമുഹു അനിൽ മഹാരിമി. അല്ലാഹു ഇഷ്ടപ്പെട്ട വ്യക്തിയെ ഹറാമായ കാര്യങ്ങളിൽ നിന്നും അല്ലാഹു സംരക്ഷിക്കുന്നതാണ്. നിഷിദ്ധമായ അല്ലാഹുവിന് വെറുപ്പുള്ള ഹറാമായ കാര്യങ്ങളിൽ നിന്ന് അല്ലാഹു ആ വ്യക്തിയെ സംരക്ഷിക്കുന്നതാണ്. പ്രിയമുള്ളവരെ, മുൻഗാമികളായ സ്വാലിഹീങ്ങളൊക്കെ എങ്ങനെയായിരുന്നു ഈ ലോകത്ത് ജീവിച്ചത്? അള്ളാഹുവിന്റെ കൽപ്പനകൾ അതേപടി ജീവിതത്തിൽ പകർത്തിയവരാണ്. അള്ളാഹു നിരോധിച്ച കാര്യങ്ങളെ പൂർണ്ണമായും വെടിഞ്ഞവരാണ്. അള്ളാഹുവിനെ പരിപൂർണമായും വഴിപ്പെട്ടവരാണ്. അതുകൊണ്ട് അവർ അള്ളാഹുവിന്റെ പ്രിയപ്പെട്ടവരായി, അള്ളാഹുവിന്റെ ഔലിയാക്കളായി. പ്രിയമുള്ളവരെ, ഈ ലോകത്ത് ജീവിച്ചത് അള്ളാഹുവിന്റെ സ്മരണയിലായി കഴിഞ്ഞവരാണ്. അതുകൊണ്ടാണ് അവരെന്നും ജനഹൃദയങ്ങളിൽ സ്മരിക്കപ്പെടുന്നത്. ഓസുല്ലാദമിനെ പോലെ, ഖുതുബുൽ അഖ്താബ് ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു തആല അൻഹുവിനെ പോലെ, സുൽത്താനുൽ ആരിഫീൻ സൈഫുല്ലാഹി അഹ്മദ് അൽ കബീർ റിഫാഇ റളിയല്ലാഹു തആല അൻഹുവിനെ പോലെ, നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹയെ പോലെ, റാബിഅത്തുൽ അദവിയ റളിയല്ലാഹു തആല അൻഹയെ പോലെ ഇന്നും സ്മരിക്കപ്പെടുന്നത് അല്ലാഹു ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ്. അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട ജീവിതം അവരെ നയിച്ചതുകൊണ്ടാ. നമുക്കും അങ്ങനെയാകണ്ടേ? അള്ളാഹുവിന്റെ അടുക്കൽ നമുക്കും ഒരു സ്ഥാനം വേണ്ടേ? ഇവരൊക്കെ കിടക്കുന്ന സ്വർഗമല്ലേ നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുന്നത്? ഇവരൊക്കെ കിടക്കുന്ന സ്വർഗമല്ലേ നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുന്നത്? നമുക്ക് എന്താണുള്ളത്? നമ്മൾ അമല് കുറഞ്ഞവരാണ്, ഈമാന് ബലഹീനരാണ്. അള്ളാഹുവേ, പരിപൂർണമായ ഈമാനിന്റെ ഉടമകളാക്കണേ അല്ലാഹ്. ഒരു പരീക്ഷണങ്ങളുടെ മുന്നിലും അല്ലാഹുവേ ഈമാന് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു പരീക്ഷണങ്ങളും തരല്ലേ അല്ലാഹ്. അല്ലാഹുവേ, നിന്റെ ഇഷ്ടദാസന്മാരിലും ദാസികളിലും ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്.